എങ്കിലും ആത്മീയമായ മറ്റു കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. മറ്റൊരു ചിന്ത, നിത്യതയെക്കുറിച്ച്, പ്രതിഫലങ്ങളെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമാണ്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോഴാണ് ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. കഥ നമുക്ക് നൽകുന്ന ചില സ്വർഗീയ പ്രതിഫലങ്ങളെ കുറിച്ചുള്ള ചില ചിന്തകൾ ശാന്തമായി ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയോടെ ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രാരംഭമായി നമുക്ക് വാക്യം വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുന്നു. എതിർത്ത് നിൽക്കുന്നു, താഴെയുള്ളവർക്ക് കൃപ നൽകുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴെടുപ്പി. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമുണ്ട്, അതുകൊണ്ട് ബലമുള്ള കൈക്കീഴിൽ താഴെയിരിക്കണം. പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്നല്ല ചിന്തിക്കുന്നത്. എങ്കിലും അവിടെ ആ വാക്യം വന്നതുകൊണ്ട് തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കുക. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മരണം കഴിഞ്ഞുള്ളൊരു ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് വികസിപ്പിക്കാം. ഇവിടുത്തെ കാര്യം തന്നെ നടന്നു പോകുന്നില്ല. ഇവിടുത്തെ കാര്യം തന്നെ പ്രശ്നമായിരിക്കുമ്പോഴാണ് വാസ്തു അതാ പറഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ആരാ സത്യം പറഞ്ഞാൽ ഈ തോത് കേൾക്കുമ്പോഴാണ് ആരാധിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം മരണം കഴിഞ്ഞതിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ കർത്താവിന്റെ 2ാമത്തെ വരവിൽ എടുക്കപ്പെടുന്നതിന് ശേഷമുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും നമുക്ക് അധികം മനസ്സിലധികം കാണാറില്ല, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോക ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ UAE താമസിക്കുന്നു. UAE നമുക്ക് ഒരു വിസ ആവശ്യമാണ്. ഇപ്പോൾ അതിനേക്കാൾ പ്രാർത്ഥിച്ചല്ലോ, ഒരു വിസ നമുക്ക് ആവശ്യമാണ്. ഒരു ജോലി ലഭിച്ചു, ഒരു ജോലി നമുക്ക് ആവശ്യമാണ്. ശമ്പളം നമുക്ക് ആവശ്യമാണ്. കുറഞ്ഞ ശമ്പളം പോലെ നല്ല ശമ്പളം വേണം, അല്ലേ? കുഞ്ഞുങ്ങളെ പിള്ളേരെ സ്കൂളിൽ വിടണമെങ്കിൽ, റെന്റ് അടയ്ക്കണമെങ്കിൽ ഒരു നല്ല സാലറി ഇല്ലാതെ ഇപ്പോൾ UAE ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ലൊരു സാലറി നമുക്ക് ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്, തലമുറകൾ ആവശ്യമാണ്, നന്മ ആവശ്യമാണ്. ഇതിനെ ചില ജോലികൾ, ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്, ഈ ലോക ജീവിതത്തിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? നമ്മുടെ പൗരത്വം സത്യത്തിലൂടെ, നമ്മുടെ പൗരത്വം സ്വർഗത്തില. കുറച്ചൊരു പീരീഡിലേക്ക്, ഒരു കാലയളവിലേക്ക് നാം ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ധാരാളമായ സംഭവം ഉണ്ടായാലും ചച്ചോടിന്റെ ഓർസിനാകുന്നവർ സണ്ണി വർക്കി, പ്രിയ പാസ്റ്റർ, 3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. 3 മക്കളും ഓരോ കാലയളവിലായി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാക്ഷി സംസ്കാര ശുശ്രൂഷയുടെ ബന്ധത്തിലുള്ള സാക്ഷി വീട്ടുകളിൽ കിടപ്പുണ്ട്. ഏറ്റവും ഒടുവിലായിരുന്നു 3ാമത്തെ മകനായിരുന്നു ഏക ആശ. 3 ആൺമക്കളാണ്. 2 ആൺമക്കൾ മരിച്ചുപോയി. 3ാമത്തെ മകനായിരുന്നു അവരുടെ ഏക ആശ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ചങ്ങനാശ്ശേരി എത്തുന്നതിന് മുമ്പായി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായിട്ടുണ്ട്. 3 ആൺമക്കളെ പ്രാർത്ഥിച്ച് അയക്കേണ്ട അവസ്ഥ ഒരു പിതാവിനുണ്ടാവുകയാണ്. ശ്രദ്ധിക്കുക, ഈ ലോകത്തിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പിരീഡ് എത്രത്തോളമാണ്, നമുക്ക് എത്രത്തോളം പറയാൻ പറ്റും എന്നാ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പോകാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ദിവസമെന്ന് അറിയത്തില്ല. അത് വേഗത്തിൽ സംഭവിക്കാം, ചിലപ്പോൾ ലേറ്റായിട്ട് സംഭവിക്കാം, നമുക്കറിയുന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടി ഒരു പൗരത്വം ദൈവം ഒരുക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്കൊരു പൗരത്വമുണ്ട്. നമ്മുടെ ദേശം ഇവിടെ അല്ല. പ്രൈസോ സന്തോഷമില്ലെന്ന് കേട്ടിട്ട് ദൈവം കളിച്ചാൽ 80 കൊല്ലം 90 കൊല്ലം ഒക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നമ്മളോടാണ് പറയുന്നത്. നമ്മുടെ ദേശം ഇവിടെയല്ല. സ്വർഗത്തിൽ നമുക്ക് ഒരു പൗരത്വമുണ്ട്. സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില പ്രതിഫലങ്ങളുണ്ട്. ആ പ്രതിഫലം
തേജസ്സിന്റെ വാടാത്ത കിരീടം ഇടയശേഷം പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം ആവശ്യമാണ്. ജോലി ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്, നന്മകൾ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഈ ജീവിതത്തിന്റെ കാലയളവിൽ നമുക്കൊരു ഉറപ്പ് വേണം. നമ്മൾ പോകുമ്പോൾ, ഈ ലോകം വിട്ടു പിരിയുമ്പോൾ, ഒരു തേജസ്സിന്റെ വാടാത്ത കിരീടം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നകത്ത് ഒരു ഉറപ്പുള്ളവർ ദൈവത്തെ ശ്രമിച്ചാണ്. ഇതിലേക്ക് വരാവുന്ന കുറച്ച് വാക്യങ്ങൾ എനിക്കായിട്ട് വായിക്കേണ്ടതുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 24-25 വാക്യം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുണ്ട്, പക്ഷെ വിരുന്ന് പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർദ്ധനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നമുക്കൊരു വാടാത്ത കിരീടം പ്രാപിക്കുവാൻ കഴിയും. അപ്പോൾ അംഗം പൊരുതുന്നവർ, നമ്മളൊരു യുദ്ധത്തിലായിരിക്കുന്നു. ഈ ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധ സമാനമായ ജീവിതമാണ്. ഇതിന്റെ അംഗത്തിന്റെ അവസാനം നമുക്കൊരു കിരീടം ലഭിക്കും. അപ്പോൾ അംഗം പൊരുതുന്നവർ സകലത്തിനും വർദ്ധനമാചരിക്കണം. എല്ലാവരും ഓടുന്നവരാണ്, എല്ലാവരും വിശ്വാസമുള്ളവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. എന്നാൽ അംഗം പൊരുന്നവർ, ആ ഓട്ടക്കളത്തിലായിരിക്കുന്നവർ എല്ലാവർക്കും വിരുന്ന് പ്രാപിപ്പാൻ കഴിയത്തില്ല. എല്ലാവർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം, പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ ഓട്ടക്കാരെ കുറിച്ച് ഈ വാക്യം എഴുതാൻ കാരണമുണ്ട്. പ്രാചീന കൊരിന്തിൽ ഇസ്തൂമിയൻ ഓട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓട്ടം ഉണ്ടായിരുന്നു. ഈ ഓട്ടം നടത്തുന്നവർ വിജയിച്ചവരെ അവരുടെ വലിയ മൈതാനത്ത് കൂട്ടിവരുത്തുകയും ഒരു രാജാവ് അവരുടെ മുമ്പിൽ നിൽക്കും, അവരുടെ സേനാധിപതികളെല്ലാം അവരുടെ മുമ്പിൽ നിൽക്കും. ഈ ജയിച്ച മനുഷ്യനെ മാത്രം മുമ്പിലേക്ക് കൊണ്ടുവരികയും ഒലിവ് കൊമ്പുകൾ കൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഒരു കിരീടം അവന് വേണ്ടി ഉണ്ടാക്കും. എന്നിട്ട് അത്തിയില കൊണ്ട്, അത്തിയുടെ പച്ച ഇല ആ കിരീടത്തിന് മുകളിൽ വെച്ചു. അതായത് ഒരു ഇല കൊണ്ടുണ്ടാക്കിയ, കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടമാണ് അവർ ഈ ട്രോഫിയായിട്ട് അവന്റെ മേൽ വെക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിലയുള്ളതും പ്രാധാന്യമുള്ളതാണ് ഈ ഇസ്തോമിയൻ ഓട്ടത്തിൽ. എന്നാൽ എന്താ സംഭവിക്കുന്നത്? അത് കൊടുക്കുന്ന സമയത്ത് നല്ല പച്ചിലയാണ്, നല്ല കൊമ്പുകളാണ്. പക്ഷേ ഈ പുള്ളി ഓട്ടം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ പച്ചില ഉണങ്ങി കരിഞ്ഞിരിക്കും, ഈ കൊമ്പൊക്കെ ഒടിഞ്ഞ് വല്ലതായിരിക്കും, വാടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഈ ലോകത്തിന്റെ ഓട്ടത്തിൽ അവർക്ക് ലഭിച്ചത് ഒരു വാടിയ കിരീടമാണ്. അത് ഉണർത്തിക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ ഓടുമ്പോൾ ഒരു വാടാത്ത കിരീടം പ്രാപിക്കുവാൻ കഴിയും. വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. 1 അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിലേക്ക്, 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1 പത്രോസ് 1-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ തന്റെ കർത്താവിന്റെ പ്രകാരം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ സിമ്പിളായി എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. എന്താണ് നാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? നാം യുഎഇയിലായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ട് നാം മരണപ്പെടുന്നു. അതാണോ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? കർത്താവിന്റെ വചനം പറയുന്നു, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചവരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടു, പുനരുദ്ധാനം പ്രാപിച്ചു. ആ പുനരുദ്ധാനത്താൽ അവന് നമ്മോട് കരുണ തോന്നി. അവന്റെ കരുണാധിക്യം പ്രകാരം നമുക്കൊരു പ്രത്യാശ ലഭിക്കുകയാണ്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ കാണിച്ച കരുണപ്രകാരം അവന്റെ യാഗം നിമിത്തം വിശ്വസിക്കുന്ന നമുക്ക് ഒരു പ്രത്യാശ ലഭിക്കുകയാണ്. അത് ജീവനുള്ള പ്രത്യാശയാണ്. എന്താണ് അത് വായിച്ചത്? വെളിപ്പെടാൻ പോവുകയാണ്. അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ പോകുന്ന രക്ഷ എന്ന് നമുക്ക് ഇവിടെ തുടരാമെന്ന് ചിന്തിക്കേണ്ട. ഒന്നുകിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. എന്നിവിടെ തുടരാമെന്ന് ചിന്തിക്കേണ്ട. എന്നിവിടെ തലമുറകൾക്ക്
നന്മ സമ്പാദിച്ച് പോകാമെന്ന് ചിന്തിക്കേണ്ട. ഒന്നുകിൽ കർത്താവ് വരും, അല്ലെങ്കിൽ നാം മരണപ്പെടും. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമുക്ക് ഹല്ലേലൂയ ഒരു പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. ആ അന്ത്യകാലത്ത് ആ രക്ഷ വെളിപ്പെടുവാൻ പോവുകയാണ്. ഈ രക്ഷ വെളിപ്പെടുന്നത് വരെ നാം എങ്ങനെ കാക്കപ്പെട്ടേ മതിയാകുള്ളൂ? വിശ്വാസം വേണം, ദൈവശക്തി വേണം. രണ്ട് കാര്യത്തിനാണ് കാക്കപ്പെടാൻ കഴിയുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങൾ കൂടുതൽ. ഇപ്പൊ നാട്ടിൽ നിന്നുള്ള വാർത്തകളൊന്നും കേൾക്കാൻ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള വാർത്തകൾ അല്ലേ? പ്രത്യേകിച്ച് 2025 കയറിയപ്പോൾ മുതൽ കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമായ വാർത്തകളല്ല. MDMA, മയക്കുമരുന്ന്, മരണം, ആത്മഹത്യ, നമ്മുടെ തലമുറകളൊക്കെ എങ്ങോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പിശാച് തന്നെ മുഴുവനത്തോടുകൂടെ ദൈവജനത്തിന്റെ ഇടയിൽ പോലും പ്രവർത്തിച്ച് ദൈവത്തിന്റെ കൃപയിൽ നിന്ന് മനുഷ്യനെ അകറ്റി നരകത്തിന് യോഗ്യനാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം കാക്കപ്പെടേണ്ടതുണ്ട്. എങ്ങനെയാണ് കാക്കപ്പെടേണ്ടത്? ദൈവശക്തിയാലാണ് കാക്കപ്പെടേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പല സ്ഥലങ്ങളിൽ പഠിക്കുവാനായിട്ടൊക്കെ നമ്മൾ പറഞ്ഞയക്കും അല്ലേ? നാട്ടിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ ഇപ്പൊ ആർക്കും തോന്നുന്നില്ല. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അയക്കാൻ ആൾക്കാർക്ക് തോന്നുന്നത് എന്താ കാര്യം? അവർ കാക്കപ്പെടണമെങ്കിൽ ദൈവശക്തിയാൽ അവർ പിടിക്കപ്പെടണം. ദൈവശക്തിയാലും വിശ്വാസത്താലുമാണ് അവർ കാക്കപ്പെടുന്നത്. അവരുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ദൈവകൃപയിൽ വീഴ്ത്തിക്കളയുവാൻ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ വിശ്വാസത്തിൽ കാക്കപ്പെടണം, ദൈവശക്തിയാൽ കാക്കപ്പെടണം, അഭിഷേകത്തിൽ കാക്കപ്പെടണം. ഈ കാക്കപ്പെടുന്നത് എന്തിനാണെന്നാണ് പറയുന്നത്. നോക്കണമേ, ഒറ്റ വാക്യത്തിൽ തന്നെ പല കാര്യങ്ങളോട് വരിക. യേശു എന്തിനാണ് വന്നത്? യേശു മരിച്ചടക്കപ്പെട്ട് പുനരുത്ഥാനം പ്രാപിക്കാനാണ് വന്നത്. യേശുവിന്റെ പുനരുത്ഥാനത്തിൽ കൂടി എന്ത് ലഭിക്കുന്നു? യേശുവിന്റെ പുനരുത്ഥാനത്തിൽ കൂടെ നമുക്ക് രക്ഷ ലഭിക്കുന്നു. ഈ രക്ഷ വെളിപ്പെടാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനു വേണ്ടി ദൈവം ഈ ഭൂമിയിൽ നമ്മെ ദൈവശക്തിയാലും വിശ്വാസത്താലും കാത്തുകൊണ്ടിരിക്കുന്നു. ഇത്ര മനസ്സിലായോ? ഇനി എന്തിനാണ് ഇത് ദൈവം ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, മാറ്റമെന്നില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. ഒരവകാശത്തിനായി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിലേക്കും ഗോലിയാത്തിലേക്കും തിരിയണോ? അതോ മോശയിലേക്കും അല്ലേ? അങ്ങനെ തിരികെ മാറ്റി ഡൈവേർട്ട് ചെയ്ത് വിടണോ? അതോ ഈ രൂപ കണ്ടിട്ട് സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ ദൈവം എന്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു? ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരവകാശത്തിനായി വീണ്ടും നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പട്ടണമുണ്ട്, ഒരവകാശമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവിടെ ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ അവിടെ കാണുമെന്ന് പറയുന്നത് എന്ന് കൈ ഉയർത്തിക്കേ. ഒരു ഉറപ്പില്ലെന്ന് എല്ലാം കൈ മുങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. എന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹിന്ദു വിശ്വാസമുള്ള അതിന്റെ വിശ്വാസം അത് എപ്പോഴും പറയും, ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? എന്റെ പിള്ളേർക്ക് വേണ്ടി 2 ആമ്പിള്ളേരുണ്ട്, 2 കോടി വെച്ച് 2 പേർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മരിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. അതുപോലാണ് നോക്കുന്നത്. അല്ല, ഇന്ന് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ആരോടൊപ്പം ആയിരിക്കും. വിട്ടുപിരിഞ്ഞ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമെന്ന് പറയാൻ കഴിവുള്ളവർ കരുതിയ ദിവസം. എന്റെ ഭർത്താവിനെ വിട്ട് കഴിയുന്നു കേട്ടോ. ഈ പഴയ വിശുദ്ധന്മാർ അവർ മരണം ഒരു നല്ലതായിട്ടാണ് തെരഞ്ഞെടുത്തത്. കാരണം രക്തസാക്ഷിത്വം വഹിക്കുന്ന ഭാഗത്തേക്ക് വരാൻ സമയമുള്ള പോകുന്നില്ല. രക്തസാക്ഷിത്വം വഹിക്കുന്നവർ നല്ല കാര്യമാണ്, അവർക്ക് വളരെ സന്തോഷമാണ്. കാരണം അവർ ആരുടെ അടുത്തേക്ക് പോവുക? കർത്താവിന്റെ അടുത്തേക്ക് പോവുക. അതുകൊണ്ട് അവർക്ക് രക്തസാക്ഷിത്വം വഹിക്കാൻ പ്രയാസമില്ലായിരുന്നു. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ദൈവസഭയ്ക്ക് വിഷമമായി. പക്ഷെ യാക്കോബ് കർത്താവിന്റെ അടുത്ത് ചെന്നു. പത്രോസിനെ ദൈവം വിട്ടുകൊടുത്തില്ല. യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലുവാൻ ദൈവം സമ്മതിച്ചു.
ചില രക്തസാക്ഷിത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവദിച്ചു. അവരുടെ ജീവിതം പരാജയമായില്ല, അവർ കർത്താവിനോടൊപ്പമായില്ല. അതുകൊണ്ട് ഈ ക്രിസ്തീയ മാർഗം അനവധി രക്തസാക്ഷിത്വം വഹിച്ചവരുടെ മാർഗമാണ്. അവരൊക്കെ ആ മാർഗത്തിലൂടെ കടന്നുപോയവർ വിശ്വസിച്ചു, ഇന്ന് മരിച്ച കർത്താവിന്റെ കൂടെ നിങ്ങൾക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടുക ആയിരിക്കാനുള്ള ആഗ്രഹം. അപ്പൊ നമുക്ക് വേണ്ടി ഒരു അവകാശം സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 6-ാമത്തെ വാക്യം, ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഈ ലോകത്തിൽ ചില പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ, ജോലിയില്ലാത്ത, വിസ ഇല്ലാത്ത, രോഗമായിരിക്കുന്ന, ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഈ ലോകത്തിലുള്ള ചില പരീക്ഷകളുണ്ടല്ലോ, ആ പരീക്ഷകൾ വന്നാലും എന്ത് ചെയ്യും? സന്തോഷമുണ്ടോ? ധോതിയമാണ് മാറ്റം. ഇപ്പൊ ഞാൻ കൊറിയാത്തിലേക്ക് പോകും. ഇവിടെ ഉണർന്നതിന്റെ ചൈതന്യം വ്യാപരിക്കും. വേണ്ടല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, എന്താണ്? ഈ ലോകത്തിലുള്ള നാനാ പരീക്ഷകൾ എന്നെ അസ്വസ്ഥനാക്കിയാലും എന്റെ ഹൃദയത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. എത്ര ഉറപ്പുണ്ട്? ഹല്ലേലൂയ. എന്റെ ഭവനം ഇവിടെ അല്ല, എനിക്ക് സ്വർഗമുണ്ട്, എനിക്കൊരു അവകാശമുണ്ട്. ഞാൻ ഇവിടുത്തുകാരനല്ല. അതുകൊണ്ട് ഇവിടുത്തെ പ്രതിസന്ധികൾ എന്നെ സ്പർശിക്കത്തില്ലെന്ന് വിശ്വാസമുള്ള ദൈവത്തെ സൂചിച്ചാൽ കടന്നു പോകാൻ താഴേക്ക് യാക്കോബ് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. 1-ാം അധ്യായം 12 മുതൽ 15 വരെ. അവൻ കൊള്ളാമനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആമേൻ. ഇനി ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ എങ്ങനെയാ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. അപ്പൊ ജീവകിരീടം ലഭിക്കണമെങ്കിൽ പരീക്ഷയിലൂടെ കടന്നു പോകണം. പരീക്ഷ തികയ്ക്കണം, കൊള്ളാവുന്നവനായി തെളിയണം. എന്നാൽ മാത്രമേ ജീവകിരീടം. താഴ്ന്ന വാക്യം വായിച്ചോ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു ആരും പറയുന്നു. അങ്ങോട്ട് പറയല്ല കേട്ടോ. അയ്യോ, ദൈവനെ തന്നെ പരീക്ഷിക്കുകയാണ് എന്ന് പറയുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് എന്തെന്നാണ് എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം. എന്നാൽ യാക്കോബ് പുസ്തകം പറയുന്നത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ദോഷങ്ങളെ ഒട്ടും പരീക്ഷിക്കത്തില്ല. അവിടെ എന്തെങ്കിലും ദോഷങ്ങൾ, പ്രതിസന്ധികൾ വരുന്നെങ്കിൽ അയ്യോ ഇത് ദൈവമായിട്ട് എന്നാണ് പറയുന്നത്. ദോഷങ്ങളാലും പരീക്ഷിക്കത്തില്ല, ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഇനിയും വരുന്ന താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മളെ ഒന്ന് കുത്തും. വായിച്ചോ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അപ്പോൾ നാം പരീക്ഷിക്കപ്പെടുന്നത് ദൈവത്താലാണോ? അല്ല, പിശാചിനാലാതെ പോലും അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ട് ആകർഷിച്ച് വശീകരിക്കപ്പെടുമോ? നമുക്ക് പരീക്ഷ ഉണ്ടാകുന്നറിയാമോ? സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധി, പരീക്ഷ നമ്മുടെ അകത്തുണ്ടാകുന്ന മോഹങ്ങളിൽ നിന്നുണ്ടാകുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഒഴുത്തിട്ട് മരണത്തെ പിറന്ന് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. നാം ഒരു തെറ്റ് ചെയ്യുന്നത് സഡൻലി അല്ല, പെട്ടെന്നൊരു തെറ്റിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയത്തില്ല. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് മോഹം നമ്മുടെ അകത്ത് ഗർഭം ധരിക്കും. നാം ആ ചിന്തയെ വളർത്തി വലുതാക്കി കൊണ്ടു നടന്ന് അതിന് വേണ്ട ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്ത് അവസാനം അതിന്റെ അവസരം വരുമ്പോഴാണ് പാപം ചെയ്യുന്നത്. ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുക. ഒരു നോർമൽ ഗർഭധാരണത്തിന് എത്ര നാളെടുക്കും? 9 മാസം അല്ലേ? കൺസീവ് ആയി കഴിഞ്ഞ് 9 മാസത്തോളം എടുത്താണ് ഒരു കുഞ്ഞു പിറക്കുന്നത്. അതുപോലെയാണ് പാപം. പാപം പെട്ടെന്ന് പ്രസവിക്കത്തില്ല, പാപം പെട്ടെന്ന് ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പിശാച് കൊണ്ടിടുന്ന ചിന്തകളെ താലോലിച്ച് വളർത്തി വലുതാക്കി ഒരു സമയം
നമ്മൾ ഉള്ളിലുണ്ടാകുന്ന ആകർഷണങ്ങൾ, വശീകരണങ്ങൾ, സ്വന്തം മോഹങ്ങൾ കൊണ്ടാണ്. ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല. ദൈവം പരീക്ഷിക്കുന്നില്ല. പക്ഷെങ്കിൽ ജീവകിരീടം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പരീക്ഷയിൽ കൂടെ കടന്നു പോവുകയും പരീക്ഷ തികച്ച് കൊള്ളാവുന്നവനായി പുറത്തു വരണം. എനിക്കറിയാം ഈ മൂന്നത്തെ സന്തോഷം വരുന്നത്. പാപത്തെ ജയിക്കുവാൻ കൊള്ളാവുന്നവനായി പുറത്തു വരുവാൻ കഴിയുന്നവനാണ് ജീവകിരീടം പ്രാപിക്കുന്നത്. ഇന്ന് ഞാൻ മരിച്ച കർത്താവിന്റെ കൂടെ കാണും എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മെ ദൈവഹിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, പാപം കൊണ്ടിരുന്ന, ചിന്തകൾ കൊണ്ടിരുന്ന, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും കർത്താവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ അനുസരണത്തിനായി അതിനെ പിടിച്ചടക്കും. ദൈവഹിതത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയാനുള്ള ചിന്തകൾ മൊബൈലിൽ കൂടെ, ഇന്റർനെറ്റിൽ കൂടെ, ജീവിതത്തിന്റെ നിരവധി സാഹചര്യങ്ങളിൽ കൂടെ, ഫ്രണ്ട്സിൽ കൂടെ അകത്ത് പ്രവേശിക്കുമ്പോൾ, മോഹം ഗർഭം ധരിക്കുമ്പോൾ അതിനെ ജയിച്ച് കൊള്ളാറുന്നവരായി മാറുന്നവരാണ് ജീവകിരീടം ലഭിക്കുന്നത്. സന്തോഷമുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഈ പ്രതിസന്ധികളൊന്നും നമുക്കില്ല. ദൈവസഭകൾക്കുള്ള അന്നത്തെ പ്രതിസന്ധികളായിരുന്നു. ദൈവം അനുവദിച്ചിട്ട് നമുക്കിവിടെ കർത്താവിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രതിസന്ധികളില്ല. നാട്ടിലാണെങ്കിലും കേരളത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പല ദൈവസഭകൾക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവസഭയോട്, എഫെസോസഭയോട് ദൈവാത്മാവ് പറയുന്ന കാര്യമുണ്ട്. പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവത്തിൽ കൂടെ ദൈവസഭ കടന്നുപോയ, കാരാഗ്രഹത്തിൽ കൂടെ ദൈവസഭ കടന്നുപോയ, നമ്മൾ ഈ പ്രതിസന്ധിയിൽ കൂടെ ഒന്നും പോകുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അല്ലേ? എന്നാൽ ഉപദ്രവത്തിൽ കൂടെ കടന്നുപോയ എഫെസോസഭ, കാരാഗ്രഹത്തിൽ കൂടെ കടന്നുപോയ എഫെസോസഭയോട് സ്നാനത്തിന് കഴിഞ്ഞ ശേഷം കർത്തദാസന്മാർ നമ്മളോട് പറയുന്ന ഒരു പദം, ഹല്ലേലൂയ, പരിശുദ്ധനോട് എഴുതിയിരിക്കുകയാണ്. എന്താണ്? മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാ നിനക്ക് ജീവകിരീടം ലഭിക്കും. ശ്രദ്ധിക്കുക, ഈ വിശ്വാസമാർഗം അതിലേക്ക് വന്നത്, അതിലെ പ്രതിസന്ധികൾ അനുഭവിച്ചത് എളുപ്പമായിരുന്നില്ല. ചരിത്രം പഠിക്കുമ്പോൾ അതിൽ 40 പേരടങ്ങുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ കാര്യം പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 40 പേര് അടങ്ങുന്ന ഈ സമൂഹത്തെ അവിടുത്തെ പട്ടാളക്കാർ, രാജാക്കന്മാർ പിടിച്ച് ഒരേ വലിയ ജനത്തിന്റെ നടുവിൽ കൊണ്ടുവന്നു. ജനത്തിന്റെ നടുവിൽ കൊണ്ടുവന്നിട്ട് അവരവിടെ നിർത്തുകയാണ്. അവരവിടെ നിർത്തിയപ്പോൾ ഈ മനുഷ്യരോട് പറയുകയാണ്, ഇവരുടെ മുമ്പിൽ വലിയ ഐസ് കട്ടയുടെ മുകളിൽ ഇവരെ നിർത്തിയിട്ട് ഇവരോട് പറയാണ്, നിങ്ങൾ വിശ്വാസം ത്യജിച്ചു കളയണം. വിശ്വാസം ത്യജിച്ചു കളഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിങ്ങൾക്കായി ഒതുക്കിയിരിക്കുന്ന അഗ്നി കത്തുന്ന വലിയ പീഠമുണ്ട്. ഈ ഐസ് കട്ടയുടെ മുമ്പിൽ നിങ്ങൾ മരണപ്പെടുവാൻ ഇടയാകുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കർത്താവിനെ ത്യജിച്ചു പറയുക. എന്നിട്ട് ഈ അഗ്നികുമാരത്തിന്റെ അടുത്ത് വന്ന് ആ ചൂട് അനുഭവിച്ച് ജീവൻ പ്രാപിക്കുക എന്ന് അവരോട് ഈ രാജാക്കന്മാരും പടയാളികളും പറയാനിടയായിട്ടുണ്ട്. എന്നാൽ അവരെ അനുവദിച്ചില്ല. എന്നാൽ അവിടെ കണ്ട കാഴ്ച, സ്വർഗത്തിൽ നിന്ന് ചില ജീവകിരീടങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടി അക്ഷരികമായി ഇറങ്ങി വന്നു. 39 ജീവകിരീടങ്ങൾ, സ്വർഗീയ കിരീടങ്ങൾ ഈ മനുഷ്യർക്ക് അക്ഷരികമായി ഇറങ്ങി വന്നു. ഒരു കിരീടം മാത്രം മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരുന്നു. ആ 40 പേരിൽ ഒരു മനുഷ്യൻ മാത്രം ഡെഡിക്കേറ്റഡ് ആയിരുന്നില്ല. എന്നാൽ ഒരു കിരീടം മുകളിലേക്ക് പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നൊരു പട്ടാളക്കാരൻ വളരെ വേഗത്തിൽ ഓടിച്ചെന്നിട്ട് അവൻ യേശുവിനെ സ്വീകരിച്ച് അവന്റെ തലയിലേക്ക് കിരീടം വെളിപ്പെട്ടിറങ്ങുന്നത് ചരിത്ര പുസ്തകത്തിൽ ചരിത്ര താളുകളിൽ നിന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അക്ഷരികമായി സംഭവിച്ച ഒരു കാര്യമാണ്. കർത്താവിനെ ഉപേക്ഷിച്ചാൽ, കർത്താവ്
ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്ക് ചൂട് അനുഭവിച്ച് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ 39 പേർ അടങ്ങുന്ന ടീം അതിന് തയ്യാറാകാതെ ദൈവത്തിന് വേണ്ടി വാർതിരിഞ്ഞു നിന്നു. അങ്ങനെ വലിയ പ്രതിസന്ധികളിൽ കൂടെയാണ് ക്രിസ്തീയ വിശ്വാസം വളർന്നു വന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയുണ്ട്? വളരെ നിസ്സാരമായ പ്രശ്നങ്ങളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ ഇങ്ങനെ ജീവൻ കൊടുത്ത് വില കൊടുത്ത് വിശ്വാസത്തിലേക്ക് വന്ന ചരിത്രം നമുക്ക് പഴയ നൂറ്റാണ്ടുകളെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വാക്യം കൂടെ വായിച്ച് നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മൾ ആദ്യം പഠിച്ചു തേജസ്സിന്റെ വാടാത്ത ഒരു കിരീടം. പിന്നീട് പഠിച്ചു മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ഒരു ജീവകിരീടം. തേജസ്സിന്റെ വാടാത്ത കിരീടം, ജീവകിരീടം. മൂന്നാമതായി നീതിയുടെ കിരീടം. എന്ത് ചെയ്യണം നീതിയുടെ കിരീടത്തിന്? നല്ല പോർ പൊരുതണം. പൗലോസ് അപ്പോസ്തലനെ പോലെ നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇത് പൗലോസിന് മാത്രമാണോ ലഭിക്കുന്നത്? പൗലോസ് പറയുകയാണ്, ഞാൻ ഓടിയതുകൊണ്ട് എനിക്ക് മാത്രം, ഞാൻ പൊരുതിയുണ്ട് എനിക്ക് മാത്രം, ഞാൻ ഓട്ടം തികച്ചതുകൊണ്ട് എനിക്ക് മാത്രം. അങ്ങനെയാണോ? എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ഈ നീതിയുടെ കിരീടം ലഭിക്കും. അതിനകത്ത് 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. പൊരുതുക, അതൊരു പടയാളിയുടെ ഉത്തരവാദിത്വമാണ്. 2, ഓടുക, ഓട്ടം തികയ്ക്കുക, അതൊരു ഓട്ടക്കാരന്റെ ഉത്തരവാദിത്വമാണ്. വിശ്വാസം, അതൊരു വിശ്വാസ ഉത്തരവാദിത്വമാണ്. ഇതിലേക്കൊന്നും കടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ദിവസം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പാടി കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച്, വിശ്വാസം കാത്താൽ നീതിയുടെ കിരീടം ദൈവം നമുക്ക് നൽകും. തേജസ്സിന്റെ വാടാത്ത കിരീടം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ഒരു ജീവകിരീടവും നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ഒരു നീതിയുടെ കിരീടം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇനിയുമുണ്ട് ഒരു പ്രശംസാ കിരീടമുണ്ട്. അതിലേക്കൊന്നും വരുവാൻ സ്വയമില്ലാത്തതുകൊണ്ട് ഒന്ന് സമർപ്പിച്ച് ദൈവങ്ങളെ ഏൽപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ടല്ല നാം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആവശ്യങ്ങളുണ്ട്, നമ്മുടെ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഭാരങ്ങളുണ്ട്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അങ്ങനെയെങ്കിൽ സകലതും ദൈവം നമുക്ക് നൽകും. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി. നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല, പലരും വെക്കത്തില്ല, നമ്മളും വെക്കത്തില്ല. എങ്കിലും ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ തനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശു പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. പക്ഷേ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. നമുക്കൊരു ജീവകിരീടം ആവശ്യമാണ്, നമുക്കൊരു നീതിയുടെ കിരീടം ആവശ്യമാണ്, നമുക്കൊരു പ്രശംസാ കിരീടം ആവശ്യമാണ്. സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളുടെ ഭാഗവാക്കായി നാം തീരേണ്ടതുണ്ട്. ഇന്ന് നീ മരിച്ചാൽ നീ ഇവിടെ ആയിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയുന്നത്? വിശ്വസ്തനായിരുന്നാൽ മാത്രം, പരീക്ഷയിൽ ജയിച്ചാൽ മാത്രം. നമുക്ക് ചുറ്റും പരീക്ഷയുടെ ഒരു കാലഘട്ടമാണ്. പരീക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവഹിതത്തിൽ നിന്നും ഇഷ്ടത്തിൽ നിന്നും പരിശുദ്ധാത്മ നിറവിൽ നിന്നും ഒക്കെ നമ്മെ അകറ്റിക്കളയുന്ന സാഹചര്യങ്ങളല്ല, ചുറ്റുപാടുകൾ മുഴുവൻ. അതിന് നടുവിൽ മോഹങ്ങളെ ജയിച്ച്, പാവങ്ങളെ ജയിച്ച്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിറവുകൊണ്ട് കർത്താവിന് വേണ്ടി കൊള്ളാകുന്നവനായി മാറുന്നവർക്കാണ് ജീവകിരീടം ലഭിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംസാരങ്ങളെല്ലാം കർത്താവിന് ഹിതമായി തീരുവാൻ, ഹല്ലേലൂയ, അങ്ങനെ ആവാടാത്ത കിരീടം പ്രാപിപ്പാൻ ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചേൽപ്പിക്കാം. ഹല്ലേലൂയ. ഉച്ചമാടി കർത്താവിനെ ആരാധിക്കാം. തേജസ്സേശുവിൻ പൊന്മുഖം